ഒരുമിച്ച് ദൈവത്തെ Oh, you
എന്റെ ഹൃദയം കവർന്ന പ്രേമകാലം സർവാംഗസുന്ദരേശു എനിക്കൊരു എന്റെ പ്രിയനോടും എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പരിധി പോലെ ദൂരം പാതിരായിരത്തിലധികം ശ്രേഷ്ഠം എനിക്കേറ്റം പ്രിയമുള്ള എന്റെ ഹൃദയം കവർന്ന പ്രേമകാലം സർവാംഗസുന്ദരേശു എനിക്കൊരു എന്റെ പ്രിയനോട് പാടും എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പരിധി പോലെ ദൂരം എനിക്കൊരു ഗീതം എന്റെ പ്രിയനോട് ചേർന്ന് പാടി എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പരിധി പോലെ ഹല്ലേലൂയ. സന്തോഷമുള്ള കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. അങ്ങനെയുള്ള ദിവസം എഴുന്നേറ്റാണ് നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ പാടി ആരാധിക്കാൻ പോവാം. അളവില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ കരങ്ങളടിച്ച് അന്യഭാഷ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. എല്ലാവരും കരങ്ങളടിച്ച് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സമയമാ
പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കിടക്കമേൽ ഒഴുക്കിയ കണ്ണുനീർ കണ്ട ഒരു ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി ഒരു ദൈവമൊക്കെ എത്ര വലിയ പ്രശ്നമാണ് ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്,
എന്നുള്ളത് എന്റെ കർത്താവിന് അറിയാം. ഓരോ ദിനവും ഈ മരുഭൂമിയിൽ എന്നെ നിങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവം എന്റെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ്. നാം പോലും അറിയാതെ നമ്മുടെ വിഷയങ്ങൾ അറിയുന്ന ഒരു ദൈവം കടന്നുകൊണ്ടിട്ടുണ്ട്. നമ്മളെ നന്നായി അറിയുന്ന നമ്മുടെ പിതാവിനെയും മാതാവിനെ കാട്ടിലും നമ്മുടെ വിഷയങ്ങൾ അറിയുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ ഇസ്രായേലിന്റെ ഒരു പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്തും നമ്മളെ ശ്രേഷ്ഠമായി പോറ്റിക്കൊള്ളുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ലജ്ജ കൂടാതെ 3 ആണികൾ മേൽ തൂങ്ങിയ ഒരു കർത്താവുണ്ട്. ആ പ്രിയനെ എത്ര ആരാധിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. മരക്കുരിശു മരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പോകുന്നത് പലരും ആലോചിച്ച്. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി 3 ആണികൾ മേൽ തൂങ്ങി. ആ ദൈവത്തെ ലജ്ജ കൂടാതെ വേണം ഞാൻ നിങ്ങൾ ആരാധിക്കാൻ. ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ചീശൻ വീണ്ടെടുത്തൻ സ്വർഗ്ഗകാരണത്തിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശൻ വീണ്ടെടുത്തൻ സ്വർഗ്ഗകാരണത്തിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ച് താമയം തീർത്താശ നൽകി എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. Amen.
ഒരു പാട്ട് പാടുമ്പോൾ നാം ദൈവത്തിൽ അർപ്പിക്കപ്പെടുവാനുള്ള സ്വന്തം വഴിപാട് ദൈവത്തിൽ അർപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
ദൈവസ്ഥനായിരിക്കും. അതിന് ആധാരമായി യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം ആമേൻ 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യിരെമ്യാ chapter 5 verse 3. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നീ അവരെ ക്ഷയിപ്പിച്ചു എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ തിരുവചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം യിരെമ്യാ പ്രവാചകനിലൂടെ അവൻ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇന്ന് രാത്രി അരുളി ചെയ്യുന്നതിന്റെ വ്യക്തമായ പൊരുൾ ആമേ വചനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ജനം മടങ്ങി വരണം എന്നുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹം. ജനം മടങ്ങി വന്ന് ദൈവത്തോടൊപ്പം നിൽക്കണം, ദൈവത്തോടൊപ്പം ആയിരിക്കണം, ദൈവത്തോട് കൂടെ പോകണം, ദൈവത്തോട് കൂടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധി മുൻപോട്ട് പോകണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള പദ്ധതി അന്നും ഇന്നും ഒരുപോലെയാണ്. സ്തോത്രം. പുതിയ നിയമവിശ്വാസികളായ നമ്മളോടും ദൈവത്തിന്റെ ആഗ്രഹം അത് മാത്രമാ. തന്റെ പുത്രനിലൂടെ നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ അവകാശികളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിനോടൊപ്പം പോകണം, ദൈവം നമ്മോടൊപ്പം ആയിരിക്കണം, യഹോവ തന്നെ ആശ്രയമായിരിക്കണം, യഹോവയിൽ തന്നെ ആയിരിക്കണം ആശ്രയം. അങ്ങനെയുള്ള ജനമാ ഭാഗ്യവാന്മാർ, കാരണം ദൈവം അവരുടെ കൂടെയുണ്ട്. സ്തോത്രം. എന്നാൽ ശത്രുവിന്റെ പല പദ്ധതികളും പലപ്പോഴും ജനത്തെ ദൈവസന്നിധിയിൽ തെറ്റിച്ച് പാപം ചെയ്യിപ്പിച്ച് അകത്യത്തിൽ കൊണ്ടുപോയി ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജനം മുൻപോട്ട് പോയ സാഹചര്യത്തിന്റെ നടുവിൽ അവർ സ്തോത്രം പ്രവാസത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ പ്രവാസത്തിലായിരുന്നു ജനം പ്രവാസത്തിൽ കടക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത്, അവരെ മടക്കി കൊണ്ടുവരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി തന്റെ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്യുന്നവർ. ദൈവജനത്തെ മടക്കി കൊണ്ടുവരുവാനുള്ള പ്രവചനം, യഹോവയുടെ അരുളപ്പാട്, അതിലൊരു വാക്യമാണ് അവിടെ വായിച്ചത്. നമ്മയോട് സ്തോത്രം. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? സ്തോത്ര. പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുക, ദൈവം അരുളി ചെയ്യുക. സ്തോത്രം. നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടിട്ടില്ല, നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. കണ്ടോ സ്തോത്രം. ജനം എത്രമാത്രം കഠിന ഹൃദയമുള്ളവരായി മാറി എന്ന് ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ പിശാചിന്റെ തന്ത്രം ചെറുതല്ല കേട്ടോ. ജനത്തിന്റെ ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള തന്ത്രം പിശാചിന്റെ തന്ത്രമാണ്. സ്തോത്രം. അത് മനസ്സിലാക്കി ദൈവസന്നിധി മുൻപോട്ട് പോകാനാണ് ഇന്ന് രാത്രി വചനം ദൈവത്തിന്റെ ജനത്തിന്, ദൈവസഭയ്ക്കകത്ത് ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. വചനമൊക്കെ വായിക്കുന്നത് വളരെ വ്യക്തമായി വായിച്ച് നാം അത് മനസ്സിലാക്കി ആത്മാവിൽ ദൈവസന്നിധി ധ്യാനിച്ച് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പോയാൽ ഈ വചനം നമുക്ക് വിടുതലായി അനുഗ്രഹമായി തന്നെ മുൻപോട്ട് പോകുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? അപ്പോൾ ദൈവം നമ്മെ നോക്കുമ്പോൾ, ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നമ്മെ നോക്കുമ്പോൾ നമ്മളിലുള്ള വിശ്വസ്തത, അതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ നിൽക്കുന്നു, പാരമ്പര്യം പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന പെന്തിക്കോസ് സമൂഹം, പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾ, ആദ്യമകാലങ്ങളിൽ പിതാക്കന്മാരുടെ കാലങ്ങളിൽ പാരമ്പര്യത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാതിരുന്നിടത്ത് ഇന്ന് പാരമ്പര്യം കേറി, പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന്റെ ഉപദേശം വിട്ടുകൊണ്ട്
ചെയ്തു മുൻപോട്ട് പോകുന്ന കാലഘട്ടം കൂടാണ് ഈ കാലഘട്ടം എന്ന് ഈ വചനത്തിലൂടെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ നടുവിലും യിരെമ്യാ പ്രവാചകനോട് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം ഈ നാളുകളിലും ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമ്മോട് ഇടപെടുന്നുണ്ടെങ്കിൽ അന്നും ജനത്തെ നോക്കിയ ഒരു കാര്യം, യഹോവയുടെ കണ്ണുകൊണ്ട് ദൈവം നോക്കിയ ഒരു കാര്യം, ജനത്തിന്റെ വിശ്വസ്തത അത് ഇന്നും ദൈവം അതുപോലെ തന്നെ നോക്കുകയാണ്. സ്തോത്രം. അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ, അത് മാറത്തില്ല. ദൈവത്തിന്റെ കണ്ണ് ദൈവം വിടുവിച്ച ജനത്തിന്റെ വിശ്വസ്തതയാണ് നോക്കുന്നത്. വിശ്വസ്തയോടെ ദൈവസന് നിൽക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസ്തയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? വിശ്വസ്തയോടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിൽക്കാൻ കഴിയുന്നോ? വിശ്വസ്തയോടെ. ആരോടുള്ള വിശ്വസ്തത? ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവവചനത്തോടുള്ള വിശ്വസ്തത എന്റെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് ആരാ കാണുന്നത്? സ്വർഗസ്ഥനായ ദൈവമാ, മറ്റാരുമല്ല. സന്തോഷമുണ്ടോ? ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോ അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോലിയുടെ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ചു, ദൈവം ജോലി നൽകി. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തലമുറയെ ദൈവം നൽകി. ദൈവ വിശ്വസ്തനായിരുന്നു കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ നാം ലോകപ്രകാരമായിരിക്കുമ്പോ നാം നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ നിൽക്കുന്നിടത്ത് വിശ്വസ്തയോടെ പലതും ചെയ്യുന്നു. എന്നാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ എന്ന് മാനുഷിക ബുദ്ധി കൊണ്ട് നമുക്കറിയാം. സ്തോത്രം. ജോലി സ്ഥലത്ത് വിശ്വസ്തയോടെ നിന്നാലേ ആ ജോലി സ്ഥലത്തിൽ മുൻപോട്ട് പോകാൻ കഴിയും. സ്തോത്രം. ശരിയല്ലേ? ആരെല്ലാം നമ്മെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞാലും വിശ്വസ്തയോടെ ജോലി സ്ഥലത്ത് നിന്നാൽ, വിശ്വസ്തയോടെ ജോലി ചെയ്താൽ മാത്രമേ ആ ജോലി സ്ഥലത്ത് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇത് ലോകപ്രകാരമുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം വ്യക്തമായി ദൈവജനത്തോട് പറയുന്നത്, യഹോവയുടെ കണ്ണ് എന്നെ നോക്കുമ്പോ, നിന്നെ നോക്കുമ്പോ, നമ്മളെ നോക്കുമ്പോ സ്തോത്രം, നമ്മുടെ പൊക്കമോ നമ്മുടെ വലിപ്പമോ നമ്മുടെ ഉയരമോ നമ്മുടെ പദവിയോ ഒന്നുമല്ല ദൈവം കാണുന്നത്. ഇന്ന് രാത്രി ഒരു യോഗ്യത ഇല്ലാതിരുന്ന എന്നെ, പാപത്തിന്റെ കുഴിയിൽ കിടന്ന എന്നെ, പാപത്തിന്റെ ചെളിയിൽ കിടന്ന എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ പൈതലാക്കി, ദൈവത്തിന്റെ മകനാക്കി, ദൈവം നന്മ തന്ന്, ദൈവം ഉയർച്ച തന്ന്, ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. വിശ്വസ്തനായ ദൈവം വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ മാനിച്ചെങ്കിൽ സ്വന്തം ആ ദൈവം എന്നെ കാണുന്നതും ദൈവസനി ഞാൻ എങ്ങനെ വിശ്വസ്തനാണ്. വിശ്വസ്തയോടെ ദൈവസനി നിൽക്കാൻ കഴിയുന്നുണ്ടോ? ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോ അത് പ്രവാചകനിലൂടെ ദൈവം തുറന്നു പറയുക. കണ്ടോ? സ്വതന്ത്രം. ദൈവം മറച്ചു വെക്കുന്നോ? നമ്മൾ പലതും മറച്ചു വെക്കല്ലേ? ഇന്ന് പലതും മറച്ചു വെച്ചിട്ടല്ലേ? ദൈവം മറവായിരിക്കുന്ന ഒന്നുമില്ല, ദൈവത്തിന് മറച്ചു വെക്കാൻ ഒന്നുമില്ല. യിരെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവന് ഒരു യോഗ്യതയില്ലാതിരുന്ന യിരെമ്യാവ് ഒരു യോഗ്യതയില്ലായിരുന്നു. യെശയ്യാവിന് ഒരു യോഗ്യതയില്ലായിരുന്നു. ദൈവം ആരെയൊക്കെ വിളിച്ചു വേർതിരിച്ച് തനിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നു. ഒരു യോഗ്യതയില്ല. ഉണ്ടാവല്ലോ? ഒന്നുമില്ല. ഒരു യോഗ്യതയില്ലാതെ ജനം നോക്കുമ്പോ പരിഹസിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങളൊക്കെ ദൈവം നിർത്തിയിരിക്കുന്നവരുടെ മേലുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചവന്റെ മേലുണ്ട്. വിളിച്ചിറക്കിയവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആ ആത്മാവിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നെങ്കിൽ ആ ജനം അത് കേൾക്കാൻ തയ്യാറാകണം. ആ ജനം അത് അനുസരിക്കാൻ തയ്യാറാണ്. ഇവിടെ കണ്ടോ? സ്തോത്രം. നീ അവരെ അടിച്ചു. ആമേൻ. ദൈവം എന്തിനാ അടിച്ചത്? ഒരു വിശ്വസ്തയോടൊന്ന് നിൽക്കേണ്ടെന്ന് കണ്ട കുറെ നോക്കി. രാത്രി സന്തോഷമുണ്ടോ? അപ്പൊ ചില അടിയൊക്കെ എന്തിനാന്നുള്ളത് മനസ്സിലായി. ചില അടി ഓർത്തോണം, എവിടെയോ വിശ്വസ്തത കുറഞ്ഞു പോയി. അപ്പൊ ദൈവസേന വരുമ്പോ ചിന്തിച്ചോണം, എവിടെയോ പ്രശ്നമുണ്ടെന്ന് ചിന്തിച്ചോണം. അതിന് പ്രത്യേകിച്ച് ആരെയും വിളിച്ച് ആലോചന ചോദിക്കേണ്ട കാര്യമില്ല. സ്വതന്ത്രം. ഈ വചനത്തിൽ നിന്നൊക്കെ അത് വ്യക്തമായി മനസ്സിലാക്കിക്കോണം.
സ്വോത്രം സ്വോത്രം സ്വോത്രം. ആമേൻ. ദൈവം അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടിട്ടില്ല. ചിലരെങ്ങനെ സ്വോത്രം സ്വോത്രം. അടി കിട്ടി ഇപ്പം വേദനയില്ല. വേദന ഉണ്ടെങ്കിൽ ഒരു പശ്ചാത്താപമുണ്ട്. ഈ വേദന ഇല്ലാത്തോണ്ട പശ്ചാത്താപമില്ലാത്ത, വേദനയില്ലാത്തോണ്ട് ഒരു അനുതാപമില്ലാത്ത. ഇന്ന് വേദനയില്ല, വേദനപ്പെട്ടിട്ടില്ല. സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ ബോധമില്ല. സ്വോത്രം. ബോധം പോയി. ആരുടെ? ദൈവജനത്തിന്റെ ബോധം പോയി. ആമി നന്ദിയോടെ സ്വോത്ര. ആമി വേദന ഇല്ല, വേദന അനുഭവിക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നിന്ന് ബോധമില്ല. ബോധമില്ലാത്ത പണിയാണല്ലോ ഇപ്പൊ കാണിക്കുന്നത്. ആമേ. ദൈവം ക്ഷയിപ്പിച്ചതിന്റെ ലക്ഷണമാണ്. ആമേ. ദൈവം ക്ഷയിപ്പിച്ചതിന്റെ ലക്ഷണമാ ഈ ദൈവമക്കളെ ബോധമില്ലാത്ത പണി. പ്രസ്ഥാനത്തിനകത്തിരുന്നോ സഭയ്ക്കകത്തിരുന്നോ ദേശത്തിന്റെ നടുവിലോ ഇത് കാണിക്കുന്നെങ്കിൽ ഓർത്തോണം, ആത്മീയ ക്ഷയം സംഭവിച്ചു. ആത്മീയമായ ക്ഷയം സംഭവിച്ചത് കൊണ്ട് ആമേ ആത്മീയമായ ബോധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്തും കാട്ടിക്കൂട്ടാമെന്ന ആമേ സ്വോത്ര ദൈവമക്കളെ. അല്ലെങ്കിൽ ദൈവത്തിന് തെറ്റുപറ്റത്തിൽ കേട്ടോ ആമേ കൈക്കൊള്ളുവാൻ മനസ്സ് അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരാൻ സ്വന്തം കണ്ടില്ലേ? എന്ത് ബോധക്കേട് കാണിച്ചാലും ഞാൻ ചെയ്തതാ ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മടങ്ങി വരാൻ മനസ്സില്ല. സ്വന്തം സന്തോഷത്തോടെ സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ തുറന്ന് പറയട്ടെ, ദൈവം എന്നെ നോക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെ നിൽക്കുന്നു. എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ അവൻ ദൈവസന്നി ദൈവം എന്നെ നിർത്തിയിരിക്കുമ്പോ വിശ്വസ്തനായി ഞാൻ ദൈവസന്നി നിൽക്കുന്നു. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ഇതെവിടെങ്കിലും ഒക്കെ കുറയുമ്പോ, എവിടെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ അവ ഒന്ന് മടങ്ങി വരാനുള്ള മനസ്സ് ഇന്ന് രാത്രി വചനത്തിലൂടെ ദൈവത്തിന്റെ ജനമേ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ബോധം പോകുന്ന അവസ്ഥയിലേക്ക്, വേദനപ്പെടാത്ത അവസ്ഥയിലേക്കുമായി മാറിപ്പോകരുത്. അവിടെ കൈവിടപ്പെട്ട് പോകത്തേ ഉള്ളൂ. അവയെ പാറയെ പോലെ അവരുടെ മുഖം പാറയേക്കാൾ കടുപ്പം. മടങ്ങി വരാൻ അവർക്ക് കണ്ടു. എന്തുകൊണ്ട് അവർക്ക് മടങ്ങി വരാൻ മനസ്സില്ലാതായി ചോദിച്ചാൽ ആ പാറയേക്കാൾ അവരുടെ മുഖം കടുപ്പിക്കേണ്ടത് വന്നെന്ന് ചോദിച്ചാൽ വേദന അനുഭവിക്കുന്നു. ഇത് തന്ത്രമാ. പിശാചി ഈ നിലയിലേക്ക് കൊണ്ടുപോകും. പിശാചി ഈ നിലയിലേക്ക് കൊണ്ടുപോകും. ഇതാ പിശാചിന്റെ ഒരു തന്ത്രം. ആമൻ. കാരണം വേദനയുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ ആമൻ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ ഒന്ന് മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? ആ അവസ്ഥയിലേക്ക് പോകാനുള്ളവരല്ല ദൈവത്തിന്റെ ജനം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് ഇടപെടുമ്പോ ഈ വചനം എന്റെ ഹൃദയത്തിനകത്ത് തറയ്ക്ക്. ദൈവമേ, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കുന്നത് എന്റെ വിശ്വസ്തതയാണല്ലോ അങ്ങ് കാണുന്നത്. എന്റെ ജോലി സ്ഥലത്ത് എന്റെ പദവിയല്ല, എന്റെ കയ്യിലിരിക്കുന്ന പണമല്ല, എന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല, എന്റെ പാരമ്പര്യമല്ല. ദൈവം കാണുന്നത് എന്റെ വിശ്വസ്തതയാ. അങ്ങനെയെങ്കിൽ ആ വിശ്വസ്തതയെ ആമെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം. വിശ്വസ്തനായി നിൽക്കാൻ എനിക്ക് കഴിയുന്നു എന്ന് കരം നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഒരു ദൈവ പൈതലിന് പറയാൻ കഴിയണം. ആ നിലയിലായിരിക്കണം ദൈവത്തോടുള്ള ബന്ധത്തിൽ പോകേണ്ടത് എന്ന് ഈ വചനത്തിലൂടെ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. അവൻ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ പ്രകലപ്പോൾ ആഗ്രഹിച്ച് ചിലപ്പോൾ നടന്നില്ലെന്നിരിക്കാം, പ്രാർത്ഥിച്ചത് ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കാം, ചിലപ്പോൾ ആഗ്രഹിച്ചത് നടന്നില്ലെന്നിരിക്കാം. ഒരു കാര്യം പറയുക, പിതാക്കന്മാർ വിശ്വസ്തയോടെ നിന്നു. പട്ടിണിയുടെ നടുവിലും അവൻ ബുദ്ധിമുട്ടിന്റെ നടുവിലും ഇടാൻ വസ്ത്രമില്ലാതിരുന്നതിന്റെ നടുവിലും വിശ്വസ്തയോടെ നിന്നതുപോലെ ഇന്ന് ദൈവം എല്ലാം തന്നിട്ടു വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദൈവസഭ പാപമാണ്. ദൈവം തന്ന നന്മകളെ മറക്കരുത്. സഭയോടുള്ള ബന്ധത്തിൽ നിൽക്കും. പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം വിടുതൽ തന്ന ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ആ വിടുതൽ പ്രാപിച്ച ജനം ആ വിശ്വസ്തതയോടെ, ആ ദൈവത്തിന്റെ സന്നി വിശ്വസ്തതയോടെ
ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കർത്താവേ, അങ്ങ് തന്ന ഉപകാരത്തിന് ഞാൻ എന്ത് പകരം ചെയ്യണം? രക്ഷയുടെ പാനപാത്രം എടുത്ത് രക്ഷയുടെ പാനപാത്രം എടുത്ത് നാൾതോറും ദൈവത്തെ സ്തുതിക്കുക. ചോദിക്കട്ടെ, സുവിശേഷം പറഞ്ഞിട്ട് നാൾ കുറയായില്ലേ? കൂടുള്ളവനോട് മാനസാന്തരത്തെ കുറിച്ച്, രക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞോ? അവിശ്വസ്തതയല്ലേ? കഴിയുന്നില്ലെങ്കിൽ അത് അവിശ്വസ്തതയാ. ഇന്ന് രാത്രി വിശ്വസ്തയോട് നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒന്ന് മാത്രമാ. നീ പ്രാപിച്ച രക്ഷ, നീ പ്രാപിച്ച പാപമോചനം, നീ പ്രാപിച്ച വിടുതൽ അവൻ അനേകർ അറിയാറുണ്ട്. സന്തോഷമുണ്ടോ? അവരറിയണം. എന്റെ നാവ് കൊണ്ടത് കഴിയണം. ദൈവത്തിന്റെ വിശ്വാസം ഇല്ല എങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കണം. അതിന് താല്പര്യമില്ല പലർക്കും. അവൻ കൂട്ടായ്മയുണ്ട് കേട്ടോ, ആരാധനയുണ്ട്. ഓൾ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ആരാധനയും കൂട്ടായ്മയുണ്ട് കേട്ടോ, പ്രാർത്ഥനയുണ്ട് കേട്ടോ. ദൈവം ഏൽപ്പിച്ച വിശ്വസ്തത ദൈവം കാണുക. ഇന്ന് രാത്രി ദൈവവൈദ്യലേ, ഈ വചനത്തിന് മുമ്പാകെ അവൻ തുറന്നു ചിന്തിക്കണം. ഇവിടെ ഇരിക്കുന്ന ദൈവവൈദ്യലേ, അവൻ പരിശുദ്ധാത്മാവ് ഈ വചനത്തോട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്ന സകലരോടും, അവൻ ഒരു വ്യക്തിയോടോ അവൻ രണ്ട് വ്യക്തിയോടോ അല്ല, സകലത്തോട് ദൈവം ചോദിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത. വിശ്വസ്തതയോടെ കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി മടങ്ങിവ. സ്വർഗം പറയുന്നു മടങ്ങിവ. ഇന്ന് രാത്രി മടങ്ങിവ. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യാം. അവൻ പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവമക്കളെ, ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഇരിക്കരുത്. അവൻ സ്വന്തം ലോകത്തിലുള്ളവൻ കാണിക്കുന്നതിന് കൂട്ടു നിൽക്കാൻ അവൻ വിശ്വാസിയെ നീ പോകരുത്. സ്വന്തം ഇന്ന് എന്ത് കാണിക്കാം? അങ്ങനെ ഒരു അവസ്ഥയിലാ പോകാം. സമയം പോവുകയാ. വചനത്തോട് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. സ്വന്തം ഇരമ്യാവ് 7:28 വായിച്ചു. ജെറമ്യാ chapter 7:28. ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത്. വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്ന് നിർമൂലമായിരിക്കണം. ജനത്തിന് പറ്റിയ അവസ്ഥയാണ്. എന്തിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തോട് തരുന്നത്? ഈ ജനത്തിന് പറ്റിയ അവസ്ഥ ഈ കാലഘട്ടത്തിലുള്ള ജനത്തിന്റെ മേലും വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വചനം ഇന്ന് രാത്രി ഒന്ന് മാത്രം ഏറ്റെടുക്കുക. ദൈവമേ, ഒന്നുമായില്ല എന്നും എത്താൻ കഴിഞ്ഞില്ലേലും വിശ്വസത പ്രാർത്ഥന ദൈവമക്കള് അവൻ പ്രാർത്ഥനയുടെ യാമങ്ങൾ, പ്രഭാത സമയത്ത് മുട്ടുമടക്കി ദൈവസനെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ദൈവമേ അങ്ങനെ വിശ്വസ്തയോടെ നടത്തുന്നു, അങ്ങനെ പരിപാലിക്കുന്നു, അങ്ങനെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ എത്ര പേർ പ്രാർത്ഥിക്കട്ടെ? വിശ്വസ്തയോടെ അങ്ങേൽപ്പിച്ച ഉത്തരവാദിത്വം, അങ്ങേൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുക. അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അല്ല, യേശുവിന്റെ വരവ് വരെ അവൻ അങ്ങേൽപ്പിച്ച ഉത്തരവാദിത്വം, അങ്ങയുടെ വിശ്വസ്തത തന്നെ. അങ്ങ് വിശ്വസ്തന എന്റെ കൂടെ ഉള്ളപ്പോ വിശ്വസ്തയോടെ ചെയ്യും. നീ അവരോട് പറയേണ്ടത്, അവൻ തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു. അപ്പൊ വിശ്വസ്തത എന്താ? കേട്ടനുസരിക്കുക, ഉപദേശം കൈക്കൊള്ളുക. മനസ്സിലായോ? ദൈവം നോക്കുന്ന വിശ്വസ്തത. ദൈവസനി വിശ്വസ്തയോടെ ചെയ്യേണ്ട കാര്യം എന്തോ? കേട്ട് സന്തോഷമുണ്ടോ? പലപ്പോഴും പറ്റാത്തത് തന്നെ, പലപ്പോഴും പറ്റാത്ത കാര്യം. എത്ര പ്രാവശ്യം കേട്ടാലും അനുസരിക്കാൻ കേട്ടു. ഞാൻ കേട്ടു പാസ്റ്റർ, ഒരു കുഴപ്പമില്ല പാസ്റ്റർ, പക്ഷെ അനുസരിക്കാൻ നീ തയ്യാറാണോ? ഇപ്പോഴത്തെ ദൈവങ്ങൾ ഒത്തിരി കാര്യങ്ങൾ വചനത്തോടെ ബന്ധത്തിൽ പറയാനുണ്ട്. നീ കേട്ടിരിക്കാനുള്ളവനല്ല, കേട്ടനുസരിക്കാനുള്ളവനാണ്. ആമേൻ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഉപദേശം കൈക്കൊള്ളേണ്ടതാ. ആമേൻ. അതിനെ കൈക്കൊള്ളാതെ കേട്ടനുസരിത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ദാസന്മാർ ദൈവവചനത്തിലൂടെ ദൈവത്തിൽ അറിയിക്കുമ്പോ അതിന് മാർക്ക് വിട്ടുകൊണ്ട് ആ ഉപദേശം കൈക്കൊള്ളാതെ ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കാതെ ദൈവത്തിൽ ഇരുന്നാൽ അവിശ്വസ്തത. സ്വതന്ത്രം
സ്വോത്രം. ഹല്ലേലൂയ. സ്വോത്ര ദൈവമക്കളെ, അവൻ പ്രസംഗിക്കുന്ന പാസ്റ്റർക്കും മാർക്കിട്ട് അവൻ ഇരിക്കേണ്ട കാര്യം നമുക്കില്ല. ഏത് ദൈവവചനം നാം കേട്ടാൽ ആത്മാവിൽ പ്രസംഗിക്കുന്ന ദൈവവചനം കേൾക്കുമ്പോ ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശമാ, ഇത് ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ വചനം എന്നോട് അവൻ അരുളി ചെയ്യുമ്പോ അതെന്റെ കാതിൽ കേട്ട അതെന്റെ ജീവിതത്തിൽ അനുസരിക്കാം, അതെന്റെ ആത്മീയ ജീവിതത്തിൽ അനുസരിക്കാം ഞാൻ തയ്യാറാകണം. ഉപദേശം കൈക്കൊണ്ട് കേട്ടോ. അത് അങ്ങനെ പോകേണ്ട ജനം അത് ചെയ്യാത്ത നിമിത്തം വിശ്വസ്തത നശിച്ച് അവരുടെ വായിൽ നിന്ന് സ്തോത്രം ജനത്തിന്റെ ഇടയിൽ നിന്ന് വിശ്വസ്തത നശിച്ചു പോകും. എന്താ? ദൈവവചനം കേട്ടിട്ട് അനുസരിക്കണം. സ്തോത്രം. രമ്യ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചെറിയ വ്യക്തിയാണ്, ആർക്കും കൊള്ളാത്ത. രാത്രി കണ്ട് നീ അനുസരിച്ചാൽ, ഈ ഉപദേശം നീ കൈക്കൊണ്ട വിശ്വസ്തനായി നിൽപ്പാൻ ഇടയായി തീരും. അത് കാണുന്ന ദൈവമാ. പാസ്റ്റർക്ക് അത് കാണാൻ കഴിയത്തില്ല, രമ്യ പ്രവാചകൻ അത് കാണാൻ കഴിയത്തില്ല. സ്വർഗമാ അത് കാണുന്നത്. അത് കണ്ട് വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ നിന്നിലുള്ള വിശ്വസ്തത നശിച്ചു പോകാതെ, നിന്നിലുള്ള വിശ്വസ്തത നിന്നിലുള്ള വിശ്വസ്തത നശിച്ചു പോകാതെ, വിശ്വസ്തത നശിച്ചു പോകാതെ അന്ത്യം വരെ, കർത്താവിന്റെ വരവ് വരെ വിശ്വസ്തയോടെ നിൽക്കണമെങ്കിൽ അത് നശിച്ചു പോകാതെ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ ദൈവദാസ, പ്രിയ ദൈവമക്കളെ നമുക്കുണ്ട്. എന്ന് രാത്രി ദൈവാത്മാ വചനത്തോടെ പറയും, വിശ്വസ്തയോടെ ദൈവത്തിന് നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടുന്നു. ഹൃദയത്തിലൊന്ന് തീരുമാനിക്കുക. 2026 പ്രാരംഭമാ ദൈവമേ. അവൻ മുൻപോട്ട് പല പ്രതികൂലങ്ങളുണ്ട്, മുൻപോട്ട് പല പ്രതിസന്ധികളുണ്ട്. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പാകെ അടികളെ സമർപ്പിക്കുക. ദൈവമേ, എന്നിലുള്ള വിശ്വസ്തത നശിക്കരുത്. എന്തെല്ലാം പോയാലും എന്തെല്ലാം നശിച്ചാലും എന്നിലുള്ള വിശ്വസ്തത നശിക്കരുത്. ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച്, ദൈവത്തിന്റെ ഉപദേശം കൈക്കൊണ്ട് അവൻ വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുമെന്ന ഉറച്ച തീരുമാനം എത്ര പേർ എടുക്കും? ദൈവമക്കളെ, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നെങ്കിൽ കാര്യമൊക്കെ നെറ്റത്തോട് ചേർത്ത് വെച്ച് ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ച് ദൈവമേ, അങ്ങനെ സന്നിധി അങ്ങനെ നോക്കുന്നത് എന്റെ വിശ്വസ്തത. ലോകം അവൻ എന്നെ നോക്കുന്നത് മറ്റു പലതുമാണെങ്കിൽ എന്റെ ദൈവം എന്നെ കാണുന്നത് എന്നിലുള്ള വിശ്വസ്തയോടെ ദൈവവേലയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എന്റെ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ അവൻ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി നാം ഒരു തീരുമാനമെടുക്കുന്നു. ഈ വചനം നമുക്ക് അനുഗ്രഹമായി വിടുതലായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അരുളി ചെയ്യുക. അതുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.